ആക്കി വെച്ചൻ ഞാൻ ഈ വണ്ണം തന്നെയും. وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അഭിനന്ദനായ അധ്യക്ഷൻ മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ദാരിമി അവരുടെ സ്വാഗതം ആശംസിച്ച ഭാഷ നിർവഹിക്കുന്ന ആലിസ് ഖാദിരിയ ഖത്തീബ്, വേദിയിലെ പ്രവിഷ്ടരായ മറ്റു പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസ ഇവിടെ നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടും മറ്റൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും അല്ലാഹു രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ ഒരു മദ്രസ കെട്ടിടമാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ കുരുന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ ബാലപാഠം നുകരുന്ന കേന്ദ്രങ്ങളാണ് മദ്രസകൾ. ഒരു കുട്ടി ഇസ്ലാമികമായ രീതിയിൽ അവൻ്റെ വളരാനുള്ള, അവൻ ജീവിക്കാനുള്ള ആവശ്യമായ അറിവുകൾ അത് പകർന്നു കൊടുക്കുക, പ്രാവർത്തികമായ രീതിയിൽ അതിന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് മഹാന്മാരായ മുഅല്ലിമീങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മതപരമായ അറിവ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, രക്ഷിതാക്കളുടെ കടമയാണ്. ആ കടമ, ആ കർത്തവ്യം നിർവഹിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും മനസ്സിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ ജീവിതശൈലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, അവർക്ക് നന്മയിലേക്ക് അവരെ അവരെ വഴിപിടിച്ച് നടത്തുന്ന, ദിശാബോധം നൽകുന്ന നമ്മുടെ പണ്ഡിതന്മാർ, അവരൊക്കെ വലിയ വലിയ പുണ്യമുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മതപരമായ ചട്ടക്കൂട്ടിലായി ജീവിക്കാൻ ഉസ്താദുമാർ മാത്രം വിചാരിച്ചാൽ പോരാ, രക്ഷിതാക്കളായ നമ്മളും മാതാപിതാക്കളും അതുപോലെ തന്നെ ഉസ്താദുമാരും നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുമൊക്കെ അവരെല്ലാവരും ഒത്തുചേർന്ന് കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാടിൽ
ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കപ്പെടാൻ സാധ്യമാകുകയാണ്. അപ്പം അതിന് ആദ്യമായി നമുക്ക് വേണ്ടത് മദ്രസയാണ്. ആ മദ്രസയിൽ കുട്ടികൾക്ക് അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ച് പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി പഠിപ്പിച്ച് അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ നിസ്കാരത്തിൻ്റെ മറ്റ് കർമ്മങ്ങളുടെ ഇസ്ലാമികമായ കർമ്മങ്ങളുടെ വിവരണങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളും നാം ജീവിതത്തിൽ പാലിക്കേണ്ട നമ്മുടെ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത്. ചെറുപ്പം മുതലേ അത് നമ്മുടെ കുട്ടികളുടെ കുരുന്ന ഹൃദയങ്ങളിലേക്ക് അത് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഇസ്ലാമികമായി ഇസ്ലാമിൻ്റെ ആ ചട്ടക്കൂട്ടിലായി വളരാൻ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്നത്തെ കാലം വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെ നാം നമ്മുടെ കുട്ടികളെ മതപരമായ അറിവ് പഠിപ്പിക്കാൻ നാം ഏവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥയിലാണ്, ഒരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. എൽമ പഠിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ കർമ്മമാണ്. എൽമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യനെ നന്മയിലേക്ക് ദിശാബോധം നൽകുന്ന ഒരു അറിവാണ്. അറിവിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നമുക്ക് വിവരം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ് എന്നുള്ളത്. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. ഒരു കെട്ടിടം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ തൂണ് ആവശ്യമാണ്. അപ്പം ദീനാകുന്ന ആ കെട്ടിടം ഇവിടെ ഉണ്ടാവാൻ അതിനുള്ള സ്തംഭമാണ് അറിവ് എന്നുള്ളത്. അത് ആ സ്തംഭത്തിൽ നിലനിർത്തിക്കൊണ്ട് അറിവാകുന്ന ആ സ്തംഭം അത് നാട്ടിക്കൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. എങ്കിൽ മാത്രമേ ഇസ്ലാമിൻ്റെ ഇവിടെ ഹയാത്തുണ്ടാവുകയുള്ളൂ. ഇൽമ പഠിക്കുക, അത് പകർന്നു കൊടുക്കുക. ഈ പ്രക്രിയ തുടങ്ങിയത് മനുഷ്യോൽപത്തി മുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ വിവരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ പ്രക്രിയ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഠനം എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കർമ്മമാണ്. കുട്ടികൾക്ക് ആവശ്യമായ മതപരമായ കാര്യങ്ങൾ ഇന്ന് നമുക്കതിന് സമയം വളരെ കുറവാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ 2-2.25 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് മതപഠനത്തിനുള്ള സമയമുണ്ടായിരുന്നു. ഇന്ന് അരമണിക്കൂർ, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂർ. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിന് കിട്ടുന്ന കുറഞ്ഞ സമയമാണ്. അപ്പം ആ കുറഞ്ഞ സമയം കൊണ്ട് അവർ ഈ മതപരമായ അറിവ് അതവർക്ക് എവിടെയും എത്തുന്നില്ല. അപ്പം നമ്മൾ രക്ഷിതാക്കളായ നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ നാളെ നമുക്കുള്ള സമ്പത്താണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. മനുഷ്യൻ മരിച്ചാൽ
അവൻ്റെ എല്ലാ അമലും മുറിയും 3 വയ്ക്കുക. അതിൽ പറയുന്ന ഒന്ന് വലതും സ്വാലിഹുൻ യദൂലു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ്. ഒന്ന് സ്വതക്കത്തും ജാരിയ, മറ്റൊന്ന് നാഫിയായ ഇൽമ്, മറ്റൊന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. അപ്പം നമുക്ക് നമ്മുടെ സമ്പത്താകുന്ന മക്കൾ അവർ നന്നായി അങ്ങനെ നല്ലൊരു തലമുറ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ അനിവാര്യമായും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മതപരമായ അറിവ് നൽകേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ സമയം കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം നമുക്ക് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ 2 പീരീഡ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുദ്രയിക്കാനോ അതിനൊക്കെയുള്ള ഒരു ചെറിയ ഒരു 15-20 മിനിറ്റ് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. 15 മിനിറ്റ്. അപ്പോൾ അതൊന്നുമില്ല. അത് രാവിലെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ വിടുന്ന ഒരു സ്വഭാവമാണ്. ശരിക്ക് ഒരു പ്രയാസമുള്ള പാഠം പഠിച്ചാൽ കുട്ടികൾക്ക് ഒരു ചെറിയ വിശ്രമം അത് കൊടുക്കണമെന്നാണ്. അവരുടെ ആ പ്രയാസമുള്ള പാഠത്തിൽ നിന്ന് ഒരു ചെറിയ റാഹത്ത് കിട്ടാൻ അവർക്ക് ചെറിയ ഒരു വിശ്രമം കൊടുക്കണം. വിശ്രമം എന്ന് വേണ്ട അനുവദനീയമായ ഒരു കളി കളിക്കാനുള്ള അനുവാദം കൊടുക്കണമെന്നാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതായി കാണാം. وينبغي أن يؤذن له بعد الانصراف من الكتاب أن يلعب لعبا جميلا يستريح إليه من تعب المكتب بحيث لا يتعب في اللعب، فإن منع الصبي من اللعب وإرهاقه إلى التعلم دائما يميت قلبه ويبطل ذكاءه. പാഠത്തിൽ നിന്ന് വിരമിച്ചാൽ ആ കുട്ടികൾക്ക് അനുവദനീയമായ ഒരു ചെറിയ കളി കളിക്കാനുള്ള അനുവാദം കൊടുക്കൽ അനിവാര്യമാണ്. പ്രയാസമില്ലാത്തൊരു കളി, അനുവദനീയമായ കളി. അത് പണ്ട് കാലത്ത് മുദ്രയിക്കാൻ വിടുമ്പോൾ ഒന്ന് മണ്ടിക്കളിക്കുക, കുട്ടികൾ അങ്ങോട്ടും ഒന്ന് കാലോടി കളിക്കുക, ഒന്ന് തൊട്ട് കളിക്കുക എന്നുള്ള കളി അന്നുണ്ടായിരുന്നല്ലോ. ഓടിക്കളിക്കുക. അങ്ങനെ അതെന്താ, അവരുടെ ആ പ്രയാസമുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിന് റാഹത്ത് ഇസ്തരീഹുയിലേഹിമിൻ താഴ്വിൽ മക്കൾ ആ പാഠശാലയിൽ നിന്നുള്ള ആ പ്രയാസത്തിൽ നിന്ന് ഒരു റാഹത്ത് കിട്ടാൻ പറ്റും. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് എപ്പോഴും പഠിക്കുക നിങ്ങൾ കേൾപ്പിച്ചാൽ അവിടെ ഹൃദയം മരവിച്ചു പോകും. അപ്പം നമ്മുടെ കുട്ടികൾ അവർക്ക് മനഃശാസ്ത്രപരമായി അവരെ പഠിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂമാണെന്ന് നമ്മളിവിടെ കണ്ടത്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഒരു സ്ലൈറ്റിൽ അലിഫും ബാവൊക്കെ അങ്ങനെ എഴുതി, അതിനെ കൂടെ അങ്ങനെ എഴുതി. ഇന്നതല്ല, ഇന്ന് ഡിജിറ്റൽ ക്ലാസ്സുകളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ മദ്രസ കെട്ടിടം വളരെ സൗകര്യമുള്ള കുട്ടികൾക്ക് നൂതനമായ രീതിയിൽ പഠിക്കാനുള്ള സംവിധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ മതപരമായി അവരെ വളർത്താൻ, മതത്തിൻ്റെ ചട്ടക്കൂട്ടിലായി വളർത്താനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കണം. നമ്മൾ ആദ്യം നമ്മുടെ മാതൃകപരമായ ജീവിതം ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണം.
സംസാരിക്കുമായിരുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നു. ദിക്റിലും സ്വലാത്തിലും തസ്ബീഹിലും തഹ്ലീലും ചൊല്ലിയിരുന്ന, വളരെ ഭക്തിയോടുകൂടെ ജീവിച്ച നമ്മുടെ പിതാക്കളും പിതാമഹന്മാരുമൊക്കെ, അങ്ങനെയുള്ള ചിട്ടയുള്ള ജീവിതം കണ്ടവരാണ് നമ്മളൊക്കെ. നമ്മുടെ വരും തലമുറയും അതാണ് കാണേണ്ടത്. അപ്പോഴാണ് നമ്മളെ പോലെ അവരും നമ്മെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു തലമുറ ഇവിടെ വാർത്തെടുക്കാൻ സാധ്യമാകും. അപ്പോൾ ആയതുകൊണ്ട് നമ്മളൊക്കെ പ്രത്യേകം നമ്മുടെ കുടുംബങ്ങളെ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ഹദീസുണ്ട്, കുല്ലുക്കും ആയും കുല്ലുക്കും മസ്ഊലുൻ റഅയ്യത്തി. ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. പിതാവ് അതുപോലെ തന്നെ മാതാവ്, അതൊക്കെ ഭരണാധികാരികളാണ്. ഭരണീയരെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലായി വളർത്താനുള്ള അവർക്ക് വേണ്ട അറിവും വേണ്ട പരിശീലനവും മാതൃകപരമായ ജീവിതവും ഒക്കെ നമ്മൾ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇതിനുവേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കാരണവന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശഫയാക്കി തരട്ടെ. നമ്മെ അവരെയും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഒരുപാട് സംഭാവന നൽകിയവരുണ്ട്. മൺമറഞ്ഞു പോയവരുടെ പേരിലും അതുപോലെ തന്നെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ സൗദ്ദേശവും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദത്തെ കേട്ടോവർ മുന്നം മോരേകാൽ 40 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാത്തോവർ എന്നും എനക്ക് താനക്കാക്കി വെച്ചൻ ഞാൻ ഈ വണ്ണം തന്നെയും ശബ്ദത്തെ കേട്ടോവർ